ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ ഇംഗ്ലീഷ് ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ഭാഗം, അതായത് പാർട്ട് 2 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 1ൻ്റെ പാർട്ട് 1 ആണ് ചെയ്തത്. ഇന്ന് നമ്മൾ യൂണിറ്റ് 1ൻ്റെ തന്നെ പാർട്ട് 2 ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് അന്ന് ഡിസ്കസ് ചെയ്യാത്തൊരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഇൻ ദ ആറ്റിക് ബൈ വാർഡിസ്വാഫ് സ്പിൽമാൻ. ആ ഒരു ചാപ്റ്ററാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യനും ആൻസേഴ്സും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ ക്ലാസ്സുകളിലും ചെയ്ത് തരാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ എന്നുള്ള ആ ഒരു സാധാരണ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. പാസേജ് എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. അതായത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? ഇൻ ദ ആറ്റിക് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ഞാൻ പാസേജ് വായിക്കാം. അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറി ഒന്ന് പറഞ്ഞു തരാം. ഇൻ ദ ആറ്റിക് അല്ലേ, ആറ്റിക് എന്ന് പറഞ്ഞാൽ തട്ടിൻപുറം. ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞാലോ തട്ടിൻപുറത്തിൻ്റെ മുകളിൽ. ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ്. രണ്ടാം ലോക മഹായുദ്ധം നടന്നത് 1939-ലാണ്. സെക്കൻഡ് വേൾഡ് വാർ സ്റ്റാർട്ടഡ് ഇൻ 1939. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ജർമ്മൻ ആർമി നമ്മുടെ പോളിഷ് നഗരത്തെ ഇൻവേഡ് ചെയ്യുന്നതാണ്. ഇൻവേഡ് ചെയ്യുക പറഞ്ഞാൽ അവരെ അധീനതയിൽപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. അങ്ങനെ ജർമ്മൻ ആർമി പോളിഷ് നഗരത്തെ ഇൻവേഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓഥർ, അതായത് ഓഥർ ആരാണെന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, വാർഡിസ്വാഫ് സ്പിൽമാൻ. അദ്ദേഹം ഒരു പിയാനിസ്റ്റാണ്. ഈ വാസ് എ പോളിഷ് പിയാനിസ്റ്റ്. അദ്ദേഹം ഈ ജർമ്മൻ ആർമിയുടെ കണ്ണിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് തട്ടിൻപുറത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഒളിച്ചിരിക്കണം. ആരും കാണാതെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഓൾ ഓഫ് എ സഡൻ എന്താ പറയുക, ജർമ്മൻ സോൾജിയർ അപ്പിയേഴ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. പെട്ടെന്ന് അയാളുടെ മുമ്പിൽ ഒരു ജർമ്മൻ പട്ടാളക്കാരൻ പ്രത്യക്ഷപ്പെടുകയാണ്, കയ്യിലൊരു ഗണ്ണൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഓഥർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതായി. ഹി ബിക്കെയിം ഹെൽപ്ലെസ്. എന്ത് ചെയ്യണമെന്ന് അറിയാതായി. ഹെൽപ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ? നിസ്സഹായനായി. അങ്ങനെ നിസ്സഹായനായിട്ട് നിൽക്കുന്ന നമ്മുടെ എന്താ പറയുക, ഓഥറെ അല്ലെങ്കിൽ പിയാനിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഓഥറെ മുമ്പിൽ ജർമ്മൻ സോൾജിയർ അദ്ദേഹം പ്രതീക്ഷിച്ച പോലെ, അതായത് പിയാനിസ്റ്റ് പ്രതീക്ഷിച്ചത് ഇദ്ദേഹം എന്നെ കൊല്ലാൻ വന്നതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു എന്താ പറയുക മനംമാറ്റം സംഭവിക്കുകയാണ്. അദ്ദേഹം കൊല്ലുക എന്നുള്ള തീരുമാനം അദ്ദേഹം മാറ്റി വെച്ചിട്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ഏത് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്? ഹു ആർ യു എന്ന് ചോദിക്കണം. നിങ്ങൾ ആരാണെന്ന് ചോദിക്കണം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഐ ആം എ പിയാനിസ്റ്റ്, ഞാനൊരു പിയാനിസ്റ്റ് ആണെന്ന് പറയണേ. അപ്പോൾ അദ്ദേഹത്തോടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടും. അങ്ങനെ ഇൻട്രസ്റ്റ് കൂടുന്ന സമയത്ത് അദ്ദേഹം പറയും, നിങ്ങൾ അടുത്ത റൂമിലോട്ട് പോകാം, നമുക്ക് പിയാനോ വായിക്കാമെന്ന് പറയും. അങ്ങനെ നമ്മുടെ ഓഥർ, അതായത് സ്പിൽമാന് ആരുടെ കൂടെ പോവുകയാണ്? ഈ ജർമ്മൻ സോൾജർ കൂടെ അടുത്ത റൂമിലേക്ക് പോകുന്നു. അവിടെ വെച്ചിട്ട് മനോഹരമായ ക്ലാസിക്കൽ എന്താ പറയുക, ഒരു ക്ലാസിക്കൽ സോങ് പിയാനോയിലൂടെ കീബോർഡിലൂടെ വായിച്ചു കൊടുക്കുന്ന സോങ് ഇതാണ്, ഷോപ്പാൻസ് നൊക്ടേൺ ഇൻ സി ഷാർപ്പ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സോങ് എന്ത് ചെയ്യുന്നു? പിയാനോ വായിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്, അതായത് ജർമ്മൻ സോൾജിയറുടെ ആ ഒരു എന്താ പറയുക ഇൻട്രസ്റ്റ് ഒന്നും കൂടെ കൂടുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ നിങ്ങളെ രക്ഷിക്കാം, നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ നിങ്ങളെ അടുത്ത സ്ഥലത്തേക്ക് സേഫ് ആക്കിയിട്ട് വെക്കാമെന്ന് പറയും. പക്ഷേ ഓഥർ സ്പിൽമാൻ അത് സമ്മതിക്കില്ല. സ്പിൽമാൻ പറയും, ഞാനിവിടെ സേഫാണ്, ഐ എം സേഫ് ഹിയർ, ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഔട്ട് ഫ്രം ഹിയർ എന്നൊക്കെ പറയും. എനിക്ക് ഇവിടുന്ന് പോകണമെന്ന് ആഗ്രഹമല്ല എന്ന് പറയും. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്? അദ്ദേഹം അവിടെ തന്നെ നിൽക്കുകയാണ്. നമ്മുടെ ജർമ്മൻ സോൾജർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ജർമ്മൻ സോൾജർ തിരിച്ചു വരുന്നു. ഈ സ്പിൽമാന് ഒരു ജർമ്മൻ കോട്ട് സമ്മാനിക്കുന്നുണ്ട്, കുറച്ച് ഭക്ഷണവും സമ്മാനിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു എന്താ പറയുക, തോക്കും ചൂണ്ടി വന്ന ആളാണ്, അല്ലെങ്കിൽ സോൾജിയറാണ്, പിന്നീട് കൊല്ലാൻ വേണ്ടി വന്ന ആളാണ് പിന്നെ ഭക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, ഈ ഒരു സ്റ്റോറി എന്ന് പറയുന്നത് ഇത് മനുഷ്യത്വത്തിൻ്റെ സ്റ്റോറിയാണ് അല്ലേ, ഹ്യൂമാനിറ്റി കാണിക്കുന്ന സ്റ്റോറിയാണ്. ഇതിലൊരു തീം എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധസമയത്തും മനുഷ്യത്തുള്ള മനുഷ്യന്മാരും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഈ ജർമ്മൻ ആർമി പോളിഷ് നഗരം
വിട്ടു പോകുന്നു. അവിടെ ശാന്തമായൊരു അന്തരീക്ഷം പോലെ എന്ത് ചെയ്യുന്നു, ആളുകളൊക്കെ സാധാരണഗതിയിൽ പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ദിവസം സ്പിൽമാനും പുറത്തിറങ്ങി നടക്കുന്നു. ആ സമയത്ത് ഇദ്ദേഹം സമ്മാനിച്ച, ജർമ്മൻ പട്ടാളക്കാരൻ സമ്മാനിച്ച കോട്ടുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോളിഷ് ആർമിയിലുള്ള ആളുകൾ ചാടി കയറി ഇയാളെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇയാൾ അട്ടഹസിച്ചിട്ട് കരയുന്നുണ്ട്. ഐ എം നോട്ട് എ ജർമ്മൻ, ഐ എം എ പോളിഷ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കരയുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് അദ്ദേഹം ഒരു പോളിഷുകാരനെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ വെറുതെ വിടുന്നു. അങ്ങനെ സങ്കടത്തോടുകൂടെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് തകർന്നടിഞ്ഞ ബിൽഡിങ്ങുകൾ കാണുന്നു. അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു, ഇനിയും എനിക്ക് ജീവിതത്തിൽ പ്രതീക്ഷകളുണ്ട്. അങ്ങനെയാണ് ഈ സ്റ്റോറി ഒരു ഒപ്റ്റിമിസത്തോടു കൂടെ, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി സ്റ്റോറി അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് പാസേജ് മക്കളെ. നോക്കും, when I placed my fingers on the keyboard, they shook. I had not practiced for 2.5 years. My fingers were stiff and covered with a thick layer of dirt, and I had not cut my nails for some weeks. I played Chopin's Nocturne in C sharp minor when I finished. The silence seemed gloomy and eerie. I heard a shot down below outside the building, a harsh, loud German noise. The officer looked at me in silence. After a while, he sighed and muttered, "All the same, you should not stay here. I'll take you out of the city to a village. You'll be safe there." I shook my head. "I can't leave this place," I said firmly. Only now did he seem to understand my real reason for hiding among the ruins. Okay, അപ്പം ഈ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ പിയാനോ വായിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സാഹചര്യം വിവരിക്കുന്ന പാസേജാണ്. അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് when I placed my fingers on the keyboard, they shook. എൻ്റെ കൈകൾ ഞാൻ ഈ പിയാനോയിൽ വെച്ചപ്പോൾ എൻ്റെ കൈകൾ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഷുക്ക് എന്ന് പറഞ്ഞാൽ വിറക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ബിക്കോസ് ഐ ഹാഡ് നോട്ട് പ്രാക്ടീസ് ഫോർ 2.5 years. 2.5 വർഷമായിട്ട് ഞാൻ പിയാനോ പ്രാക്ടീസ് ചെയ്യുന്നേ ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് കൈകൾ വിറക്കുന്നത് കേട്ടോ. മാത്രമല്ല, മൈ ഫിംഗേഴ്സ് വർ സ്റ്റിഫ്, നല്ല കട്ടിയുള്ള നല്ല തഴമ്പ് പിടിച്ച കൈകളായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് കവേർഡ് വിത്ത് എ തിക്ക് ലെയർ ഓഫ് ഡേർട്ട്, കയ്യിലൊക്കെ ഇങ്ങനെ അഴുക്ക് പുരണ്ടിട്ട് അത് കട്ടി പിടിച്ച് നിൽക്കുന്നുണ്ട്. ആൻഡ് ഐ ഹാഡ് നോട്ട് കട്ട് മൈ നെയിൽസ് ഫോർ സം വീക്സ്, ആഴ്ചകളോളം ഞാൻ എൻ്റെ നഖം മുറിച്ചിട്ടില്ല. ഓക്കെ, ഐ പ്ലേഡ് ഷോപ്പാൻസ് നൊക്ടേൺ ഇൻ സി ഷാർപ്പ് മൈനർ, ഞാൻ ആ ഒരു ക്ലാസിക്കൽ സംഗീതം അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കുന്നു. വെൻ ഐ ഫിനിഷ്ഡ്, ഞാൻ എൻ്റെ സംഗീതം വായിച്ചു കൊടുക്കൽ, പിയാനോ വായിക്കൽ കഴിഞ്ഞ സമയത്ത് the silence seemed gloomy and eerie. അവിടെ ഒരു നിശബ്ദത ഉണ്ടായിരുന്നു. ആ നിശബ്ദത ഭയങ്കര സങ്കടകരമായൊരു നിശബ്ദതയായിരുന്നു. മാത്രമല്ല, ഇറ്റ് വാസ് ക്വൈറ്റ് സ്ട്രേഞ്ച്. eerie എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? സ്ട്രേഞ്ച് എന്നാണ് കേട്ടോ മക്കളെ. ഐ ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. പെട്ടെന്ന് ഞാൻ ബിൽഡിങ്ങിൻ്റെ പുറത്തുനിന്നൊരു എന്താ പറയുക, ബുള്ളറ്റിൻ്റെ ഗണ്ണിൻ്റെ സൗണ്ട് കേൾക്കുന്നു. എ ഹാഷ് ലൗഡ് ജർമ്മൻ നോയ്സ്. ഉറപ്പാണ് അത് ജർമ്മൻ പട്ടാളക്കാരുടെ തോക്കിൻ്റെ ഉണ്ടകളിൽ തോക്കിൽ നിന്ന് വരുന്ന സൗണ്ടാണ്. ഓക്കെ, ദ ഓഫീസർ ലുക്ക്ഡ് അറ്റ് മീ ഇൻ സൈലൻസ്. നിശബ്ദനായിട്ട് ഓഫീസർ എന്നെ നോക്കി. ആരാണ് ഓഫീസർ? ജർമ്മൻ സോൾജിയറാണ്. ആഫ്റ്റർ എ വൈൽ ഹി സൈഡ്. ആ ഒരു ശബ്ദമൊക്കെ ഇങ്ങനെ എന്താ പറയുക, കുറഞ്ഞ സമയത്ത് അദ്ദേഹം നെടുവീർപ്പിട്ടു. സൈഡ് എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിട്ടു. ആൻഡ് ഹി മട്ടേഡ്, എന്നോട് സംസാരിച്ചു, എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഓൾ ദ സെയിം യു ഷുഡ് നോട്ട് സ്റ്റേ ഹിയർ. നീ ഇവിടെ നിൽക്കാൻ പാടില്ല. യു ഷുഡ് നോട്ട് സ്റ്റേ ഹിയർ. നീ ഇവിടെ നിൽക്കാൻ പാടില്ല. ഐ ടേക്ക് യു ഔട്ട് ഓഫ് സിറ്റി ടു എ വില്ലേജ്. ഞാൻ നിന്നെ ഇവിടുന്ന് ഐ ടേക്ക് യു ഔട്ട് ഓഫ് ദ സിറ്റി ടു ദ വില്ലേജ്. ഞാൻ ഇവിടുന്ന് നിന്നെ ഒരു വില്ലേജിലേക്ക് കൊണ്ടുപോകാം. സിറ്റിയിൽ നിന്ന് വില്ലേജിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. യു വിൽ ബി സേഫർ ദർ. നീ അവിടെ സേഫ് ആയിരിക്കും. ഓക്കെ, ഐ ഷുക്ക് മൈ ഹെഡ്. ഞാൻ പറഞ്ഞു വേണ്ട, അല്ലേ? ഐ കാൻ ലീവ് ദിസ് പ്ലേസ്. ഇവിടെ നിന്ന് വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല. ഐ സെഡ് ഫേംലി. ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു. ഓൺലി നൗ ഡിഡ് ഹി സീം ടു അണ്ടർസ്റ്റാൻഡ് മൈ റിയൽ റീസൺ ഫോർ ഹൈഡിങ് അമംഗ് ദ റൂയിൻസ്. ഈ ഒരു അവശിഷ്ടങ്ങൾക്കിടയിൽ, റൂയിൻസ് എന്ന് പറഞ്ഞാൽ അവശിഷ്ടങ്ങളാണ്, അതിനിടയിൽ ഞാനിങ്ങനെ കഴിഞ്ഞുകൂടാനുള്ള കാരണം എന്താണെന്ന് ഇദ്ദേഹത്തിനിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. Question number 1, നോക്കിക്കോളൂ. Why did the narrator's fingers shake when he placed them on the keyboard? കീബോർഡിൽ കൈ ഇങ്ങനെ വെച്ച സമയത്ത് കൈകൾ വിറക്കാനുള്ള കാരണം എന്താണ്? ഫിംഗേഴ്സ്, അദ്ദേഹത്തിൻ്റെ വിരലുകൾ വിറക്കാൻ തുടങ്ങി. ഓക്കെ, എന്തുകൊണ്ടാണ്? ഫസ്റ്റ് വരി തന്നെ ആൻസർ ഉണ്ട്. When he placed his fingers on the keyboard, they shook because he had not practiced for 2.5 years.
ആൻസർ ഇതാണ്, ഹി ഹാഡ് നോട്ട് പ്രാക്ടീസ്ഡ് ഫോർ 2.5 years. ഈ യുദ്ധ കാരണം 2.5 കൊല്ലം അദ്ദേഹത്തിൻ്റെ പാഷനായിട്ടുള്ള പിയാനോ വായിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. ദാറ്റ് ഈസ് വൈ ഹിസ് ഫിംഗേഴ്സ് സ്റ്റാർട്ടഡ് ഷേക്കിംഗ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. Which musical piece did the narrator play on the piano? ഏത് മ്യൂസിക്കാണ് അദ്ദേഹം പിയാനോയിൽ വായിച്ച് കേൾപ്പിച്ചു കൊടുത്തത്? He played Chopin's Nocturne in C sharp minor, one of the classical musics. Okay, അതാണ്, അതായത് ആൻസർ ഇതാണ്, Chopin's Nocturne in C sharp minor. Question number 3 നോക്കൂ. What sound was heard outside the building after the music ended? അദ്ദേഹത്തിൻ്റെ ഈ പിയാനോ വായന കഴിഞ്ഞതിന് ശേഷം ഏത് എന്താ പറയുക എന്ത് സൗണ്ടാണ്, വാട്ട് സൗണ്ട് ഹി ഹേർഡ്, എന്ത് സൗണ്ടാണ് കേട്ടത്? എ ലൗഡ് ജർമ്മൻ നോയ്സ്, ദ സൗണ്ട് ഓഫ് എ ഗൺ അല്ലേ. ഹി ഹേർഡ് എ ഷോട്ട് ഡൗൺ ബിലോ ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ഹി ഹേർഡ് എ ഷോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ വെടിയൊച്ചയാണ്, അത് കേട്ടു അല്ലേ, ഔട്ട്സൈഡ് ദ ബിൽഡിംഗ്. ഇറ്റ് സീംസ് ദാറ്റ് ജർമ്മൻ സോൾജിയേഴ്സ് ആർ ഷൂട്ടിംഗ് അല്ലേ, ജർമ്മൻ സോൾജിയേഴ്സ് വെടിവെക്കുന്ന സൗണ്ടാണ് അദ്ദേഹം കേൾക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കൂ. വാട്ട് ഡിഡ് ദ ജർമ്മൻ ഓഫീസർ ഓഫർ ടു ഡു ഫോർ ദ നറേറ്റർ? നറേറ്റർക്ക് എന്ത് ചെയ്ത് കൊടുക്കാമെന്നാണ് ജർമ്മൻ ഓഫീസർ ഉറപ്പ് കൊടുത്തത്? അദ്ദേഹം പറഞ്ഞത് എന്താണ്? യു ഷുഡ് നോട്ട് സ്റ്റേ ഹിയർ. ദ ജർമ്മൻ ഓഫീസർ സെഡ് ടു ദ നറേറ്റർ ദാറ്റ് യു ഷുഡ് നോട്ട് സ്റ്റേ ഹിയർ, നീ ഇവിടെ നിൽക്കരുത്. എന്ത് ചെയ്യണം? ഐ വിൽ ടേക്ക് യു ടു ദ വില്ലേജ് ഫ്രം ദിസ് സിറ്റി. ഈ സിറ്റിയിൽ നിന്ന് ഞാൻ നിന്നെ വില്ലേജിലേക്ക് കൊണ്ടുപോകാം. ബിക്കോസ് യു വിൽ ബി സേഫ് ദർ, നീ അവിടെ സേഫ് ആയിരിക്കും. ഇതാണ് അതായത് ഓഫീസർ കൊടുക്കുന്ന ഓഫർ. അതായത് ദ ഓഫീസർ ഓഫേർഡ് ഹിം ടു ടേക്ക് അവേ ഫ്രം ദ സിറ്റി ടു എ വില്ലേജ്. അതാണ് ആൻസറിൽ വേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് അദ്ദേഹത്തെ ഇവിടുന്ന് കൊണ്ടുപോകാമെന്നാണ് ഓഫീസർ വാഗ്ദാനം കൊടുക്കുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡിഡ് ദ നറേറ്റർ റിഫ്യൂസ് ടു ലീവ് ദ പ്ലേസ് ആൻഡ് ഗോ ടു ദ വില്ലേജ്? റിഫ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നിരസിക്കുക. എന്തുകൊണ്ടാണ് ഈ നറേറ്റർ ഞാൻ പോവില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞത്? ബിക്കോസ് കാരണം എന്താണ്? ബിക്കോസ് ഈ തിങ്സ് ദാറ്റ് ഈ സേഫ് ദർ, ഇത് ആറ്റിക്കാണ്, തട്ടിൻപുറാണ്, ആരും വരാത്ത സ്ഥലമാണ്. വില്ലേജിലും ചിലപ്പോൾ ഈ സോൾജേഴ്സ് എത്തിയേക്കാം, പക്ഷേ ആറ്റിക്കിൻ്റെ ഉള്ളിലേക്ക് വരാൻ ആരും വന്നാൽ തന്നെ അവർ പെട്ടെന്ന് കണ്ടുപിടിക്കൽ പ്രയാസമാണ്. സോ ദാറ്റ് ഈസ് the reason why the narrator did not leave that particular place. Okay, I hope all the questions are clear. എല്ലാ ചോദ്യങ്ങളും ക്ലിയർ അല്ലേ? എല്ലാ ആൻസേഴ്സും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതി വെക്കാം, അത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ആൻസേഴ്സൊക്കെ കൃത്യമായിട്ടുണ്ട്. ബിക്കോസ് ഈ ഒന്നാമത്തെ ആൻസർ എന്തായിരുന്നു? ഹി ഹാഡ് നോട്ട് പ്രാക്ടീസ് ഫോർ 2.5 years. രണ്ടാമത്തെ ആൻസർ ഷോപ്പാൻസ് നൊക്ടേൺ ഇൻ സി ഷാർപ്പ്. മൂന്നാമത്തത് എ ജർമ്മൻ ഗൺ ഷോട്ട് വാസ് ഹേർഡ്. നാലാമത്തത് ദ ഓഫീസർ ഓഫേർഡ് ഹിം ടു ടേക്ക് ഹിം ടു the village from the city. അഞ്ചാമത്തത് the narrator refused because he could not leave the place and he had deep personal എന്താ പറയുക റീസൺ ഫോർ ഹൈഡിങ് അമംഗ് ദ റോയിൻസ്. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ താമസിക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തില്ലല്ലോ. അതുകൊണ്ട് ഇത് സേഫ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഓക്കെ, അതാണ് അതിൻ്റെ കാരണം കേട്ടോ. ഇനി ലെറ്റ്സ് ഹാവ് എ വെരി ക്വിക്ക് ലുക്ക് അറ്റ് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് സ്പിൽമാൻ. അല്ലേ, ഇതൊരു ചോദ്യമായിരിക്കും. അതായത് ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് ഒരു ക്യാരക്ടർ സ്കെച്ച് 5 or 6 മാർക്കിന് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ഞാൻ സ്പിൽമാൻ്റെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞുതരാം. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഇതെങ്ങനെയാണ് വായിക്കുക നിങ്ങൾക്കറിയോ? ഞാനിത് നിങ്ങൾക്കൊന്ന് എഴുതി കാണിച്ചു തരാം. ഓക്കെ, ഇതെങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് ഞാനൊന്ന് എഴുതി കാണിച്ചു തരാം. ഇതെന്ന് പറഞ്ഞാൽ ഏതാ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? നമ്മളെ നറേറ്ററുടെ പേര് ടെക്സ്റ്റിൽ കൊടുത്ത രീതി ഇങ്ങനെയാണ്. ഇത് ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് എഴുതിത്തരാം. വാ ഡിസ്വാഫ് എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. നിങ്ങളെ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. വാ ഡിസ്വാഫ് സ്പിൽമാൻ. ഓക്കെ, അങ്ങനെയാണത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ക്യാരക്ടർ സ്കെച്ച് ഒന്ന് വായിച്ച് നോക്കിയാലോ. ഓക്കെ, വാ ഡിസ്വാഫ് Spillman is the main character in the story In the Attic. എന്താണ് സ്റ്റോറിയുടെ പേര്? In the Attic. Is a Polish Jew and a pianist who struggles to stay alive during World War II. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് എന്താ പറയുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെട്ട പ്രൊഫഷണൽ പിയാനിസ്റ്റാണ് ആര്? വാ ഡിസ്വാഫ്
സ്പിൽമാൻ. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. സ്പിൽമാൻ ഈസ് വീക്ക് ആൻഡ് ഫ്രൈറ്റൻഡ് ബിക്കോസ് ഓഫ് ഹങ്കർ, വാർ ആൻഡ് ലോങ് ഇയേഴ്സ് ഓഫ് ഹൈഡിങ്. 2.5 വർഷമായിട്ട് ഇദ്ദേഹം പിയാനോ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 2.5 വർഷമായിട്ട് ഇദ്ദേഹം ഇതുപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഹൈഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, സ്പിൽമാൻ ഇസ് വീക്ക്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ചല്ലേ പറയണത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ശാരീരിക പ്രകൃതിയും അദ്ദേഹത്തിൻ്റെ അല്ലാത്ത ക്വാളിറ്റീസ് ഒക്കെ പറയേണ്ടി വരും. ഓക്കെ, സോ ഈ ഈസ് വീക്ക് ആൻഡ് ഫ്രൈറ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം ഭയാനകമായിട്ടാണ് കാണപ്പെട്ടത്, പേടിച്ചിട്ടാണ് അല്ലേ. ഈ ജർമ്മൻ സോൾജർ വരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ ഷോക്കായിട്ടൊക്കെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഹങ്കർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം കഷ്ടപ്പാടായിരിക്കും അല്ലേ അദ്ദേഹത്തിൻ്റെയൊക്കെ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ മാത്രമല്ല, യുദ്ധം ആളുകൾക്ക് എത്രത്തോളം കഷ്ടപ്പാടാണ് കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. നമുക്ക് ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വർഷങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പ് എന്നാണ്. വാർ, യുദ്ധം കൊണ്ടും, ആൻഡ് ലോങ് ഇയേഴ്സ് ഓഫ് ഹൈഡിങ്, വർഷങ്ങളായിട്ട് ഒളിവിലാണ്. ഹൈഡിങ് എന്ന് പറഞ്ഞാൽ ഒളിവിൽ. അതുകൊണ്ടൊക്കെ അദ്ദേഹം വല്ലാതെ വീക്കായി പോയിട്ടുണ്ട്. വെൻ ദ ജർമ്മൻ ഓഫീസർ ഫൈൻസ് ഹിം, ഹി ബിലീവ്സ് ദാറ്റ് ഹി വിൽ ബി കിൽഡ്. അങ്ങനെ നമ്മൾ ജർമ്മൻ ഓഫീസർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹം എന്ത് ചെയ്യപ്പെടും? അദ്ദേഹം കൊല ചെയ്യപ്പെടും. ഹി വിൽ ബി കിൽഡ്. ഓക്കെ, ദിസ് ഷോസ് ഹൗ ബാഡ്ലി ദ വാർ ഹാസ് അഫക്റ്റഡ് ഹിം. ഇത് കാണിക്കുന്നത് എത്ര മോശമായിട്ടാണ് ആളുകളെ യുദ്ധം ആക്കി തീർത്തത് എന്നുള്ളതാണ്. ഓക്കെ, ഈവൻ ദോ ഹീ ഈസ് അഫ്രൈഡ്, എത്രത്തോളം പേടിച്ചിട്ടാണെങ്കിൽ കൂടി, സ്പിൽമാൻ ഈസ് ബ്രേവ് ആൻഡ് ഡിറ്റർമിൻഡ് ടു സർവൈവ്. ഇത്ര ഭയാനകമായ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് പോലും അദ്ദേഹം വളരെ ബ്രേവാണ്, അദ്ദേഹം ഡിറ്റർമിൻഡ് ആണ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ധീരശാലിയാണ്. ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ ദൃഢനിശ്ചയം ഉള്ള ആളാണ്. എന്തിനു വേണ്ടി? ടു സർവൈവ്, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്. ഹി ഡസ് നോട്ട് ലീവ് ഹിസ് ഹൈഡിങ് place because he knows it is dangerous for a Jew to move freely. ആ ഒരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ടാവണം മക്കളെ. ഇദ്ദേഹം ഒരു പോളിഷ് ജ്യൂ ആണ്. ജ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ജൂത വിഭാഗം, യഹൂദർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ഹിറ്റ്ലറിൻ്റെ കഥ അറിയുന്നുണ്ടാവും അല്ലേ. ഹിറ്റ്ലർ ജർമ്മനിയിലുള്ള എല്ലാ ജൂതന്മാരെയും നാട് കടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് 2ാം ലോക മഹായുദ്ധ സമയത്ത്. ഹിറ്റ്ലർ പറഞ്ഞത് ആര്യന്മാരാണ് നല്ല ബ്ലഡ് ഉള്ള ആൾക്കാർ. ആര്യൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഹിറ്റ്ലർ സെഡ് ദാറ്റ് ആര്യൻസ് ആർ ദ പ്യുവർ ബ്ലഡഡ് പീപ്പിൾ. അതുകൊണ്ട് തന്നെ എല്ലാ ജൂതന്മാരും ഞങ്ങളെ നാട്ടിൽ നിന്ന് പോകണമെന്ന് പറയാണ്. അങ്ങനെ ഈ ജ്യൂസിന് എന്ത് ചെയ്യുക? ജ്യൂസ് എന്ന് പറയുമ്പോൾ ജൂതന്മാരെ ഒരു ഹോളോകോസ്റ്റ് നിർമ്മിച്ചിട്ട്, ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്യാസ് ചേംബർ നിർമ്മിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിട്ടിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാണ്. പിന്നീട് എന്ത് ചെയ്യാണ്? ബാക്കി വരുന്ന ജ്യൂസ് അല്ലെങ്കിൽ ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പലായനം ചെയ്യപ്പെടുന്നുണ്ട്. പിന്നീട് അവർ നമുക്കറിയാം ഗസയിലെത്തുന്നുണ്ട്, ഫലസ്തീനിലുള്ള ഗസയിലെത്തുന്ന, അവിടെ സെറ്റിൽ ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ, ഞാനിത് പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഇദ്ദേഹം, അതായത് നമ്മളെ ഓതർ ഒരു ജ്യൂ കമ്മ്യൂണിറ്റി പെട്ട ആളാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ ജ്യൂസിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീനിലൊക്കെ ഉള്ള മക്കളുടെ അവസ്ഥയാണ്. യുദ്ധം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്? എന്താ പറയുക, വിചാരിക്കുകയാണ് ജ്യൂസിന് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ജ്യൂസിനെ കണ്ട ജർമ്മൻസ് എന്ത് ചെയ്യും? ആ പട്ടാളക്കാരെ വെടിവെച്ച് കൊല്ലും. ഹി സ്ട്രോങ് വിൽ ഹെൽപ്സ് ഹിം ടു സ്റ്റേ അലൈവ്. പക്ഷെ അയാളുടെ ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആയ വില്ലുണ്ട്. അദ്ദേഹം ആ ഒരു വില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ കാരണം അദ്ദേഹം പിടിച്ചു നിൽക്കുകയാണ്. ഓക്കെ, സ്പിൽമാൻ ലവ്സ് മ്യൂസിക് ബിക്കോസ് ഹി ഈസ് എ മ്യൂസീഷ്യൻ അല്ലേ. അദ്ദേഹം ഒരു മ്യൂസീഷ്യൻ ആണല്ലോ, അതുകൊണ്ട് നാച്ചുറലി ഹി ലവ്സ് മ്യൂസിക്. ദോ ഹി ഹാസ് നോട്ട് പ്ലേഡ് ദ പിയാനോ ഫോർ മെനി ഇയേഴ്സ്, ഹി പ്ലേസ് ചോപ്പിൻ വെൻ ദ ഓഫീസർ ആസ്ക് ഹിം ടു. കുറേ കാലം അദ്ദേഹം പിയാനോ ഒന്നും വായിച്ചിട്ടില്ല. എന്നാലും ഓഫീസർ ചോദിച്ച സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു പിയാനോയുടെ ഒരു ചെറിയ ഭാഗം അദ്ദേഹത്തിന് വായിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, മ്യൂസിക് ഷോസ് ഇസ് ട്രൂ ഐഡൻറ്റിറ്റി ആൻഡ് കീപ്സ് ഹിസ് ഹോപ്പ് അലൈവ്. വർഷങ്ങളായിട്ട് പോലും അദ്ദേഹം ആ ഒരു സംഗീതം
വളരെ മനോഹരമായിട്ടല്ലേ വായിച്ചത്. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഷോസ് ഹിസ് ട്രൂ ഐഡൻറ്റിറ്റി. അദ്ദേഹത്തിൻ്റെ ശരിയായ ഒരു വ്യക്തിത്വം. അതായത് ചില പാട്ടുകാർ എന്ന് പറഞ്ഞാൽ അവർ പാട്ട് പാടുമ്പോഴാണ് അവരാവുന്നത് അല്ലേ. അല്ലാത്ത സമയത്ത് അവർക്ക് നമ്മൾ ഓരോ പ്രൊഫഷനിലുള്ള ആൾക്കാരും നമ്മൾ ആ പ്രൊഫഷൻ ചെയ്യുമ്പോഴാണ് നമ്മളാവുക. അപ്പോൾ അതേപോലെ അദ്ദേഹത്തിനെ മ്യൂസിക്കാണ് അദ്ദേഹം ആക്കി മാറ്റിയത് എന്നുള്ളതാണ്. ഈസ് ക്വൈറ്റ് ഹംബിൾ ആൻഡ് താങ്ക്ഫുൾ. അദ്ദേഹം വളരെ ശാന്തനാണ്, നന്ദിയുള്ളവനാണ്. ഓക്കെ, ഹി ഡസ് നോട്ട് ആസ്ക് ഫോർ ഹെൽപ്പ്. ഒരാളോടും സഹായം ചോദിക്കാത്ത നല്ല അഭിമാനിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ബട്ട് ഈസ് ഗ്രേറ്റ്ഫുൾ വെൻ ദ ഓഫീസർ ഹെൽപ്സ് ഹിം. പക്ഷെ അദ്ദേഹത്തിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഓഫീസറെ സഹായിച്ച സമയത്ത്. He shows kindness and respect even in the difficult situation. Okay, he shows ഈ ഒരു വല്ലാത്ത അവസ്ഥയിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു താങ്ക്ഫുൾനെസ് കാണിക്കുന്നുണ്ട്. സ്പിൽമാൻ ഈസ് ഓൾസോ ലോൺലി ആൻഡ് ഇമോഷണൽ. അദ്ദേഹം ഒറ്റക്കാണ്, വളരെ ഇമോഷണലായ വ്യക്തിത്വമാണ്. ഹി മിസ്സസ് ഹിസ് ഫാമിലി ആൻഡ് തിങ്സ് അബൌട്ട് ഹിസ് പാസ്റ്റ് ലൈഫ്. സ്റ്റിൽ ഹി ഡസ് നോട്ട് ഗിവ് അപ്പ് ഹോപ്പ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ നഷ്ടങ്ങളെ കുറിച്ചിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നഷ്ടവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ദൃഢനിശ്ചയത്തെ തകർക്കുന്നില്ല. ബിക്കോസ് ഇൻ ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഹി ഡിസൈഡഡ് ടു ടു ഗോ ഫോർ എ ബ്രൈറ്റർ ഫ്യൂച്ചർ. നല്ലൊരു ബ്രൈറ്ററായ ഫ്യൂച്ചറിലേക്ക് പോകണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നതോടുകൂടി കഥ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ സ്പിൽമാനെ കുറിച്ചിട്ട് ചോദിച്ചാൽ, അദ്ദേഹത്തിനെ കുറിച്ച് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ എഴുതേണ്ട പോയിന്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക, പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നോക്കൂ, അടുത്ത അടുത്ത സ്ലൈഡ് ശരിക്കും യൂണിറ്റ് 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യൂണിറ്റ് 2ലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞാൻ മിസ് ചെയ്ത കുറച്ച് ഭാഗം കൂടെ, മിസ് ഇൻ ദ സെൻസ് ഞാൻ പറയാൻ വിട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോർമലി നമ്മൾ ഡിസ്കോഴ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ഡിസ്കോഴ്സുകൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും? സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്പിൽമാന് ജർമ്മൻ സോൾജിയറെ കാണുന്നു. ജർമ്മൻ സോൾജിയർ അദ്ദേഹത്തിന് എന്ത് ചെയ്യുക, സഹായം ഓഫർ ചെയ്യുന്നു. ലാസ്റ്റ് ജർമ്മൻ സോൾജിയർ ഭക്ഷണവുമായിട്ട് വരുന്നൊരു സീനുണ്ട് കേട്ടോ. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീനാണ്. അദ്ദേഹം ലാസ്റ്റ് വന്നിട്ട് പറയുന്നുണ്ട്, കുറച്ചും കൂടെ 2-3 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോവും, പിന്നീട് നിങ്ങളെ കാണാൻ പറ്റുമോ എന്നറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച്, കൊല്ലാൻ വേണ്ടി വന്ന ആളാണ് ലാസ്റ്റ് പറയുന്നത് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്, നിങ്ങൾ സേഫായിട്ട് ഇരിക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പട്ടാളക്കാർക്കിടയിൽ ഇങ്ങനെ ശരിക്കും അവർ ഫോഴ്സ് ചെയ്യപ്പെടുന്നതാണ് അല്ലേ ഈ പട്ടാളക്കാർ. ഈ ഹിറ്റ്ലറെ പോലുള്ള ആൾക്കാർ നിർബന്ധിച്ചിട്ട് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണ്, അല്ലാതെ അവരുടെ മനസ്സിൽ കൊല ചെയ്യണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഞാൻ ചോദിച്ചത്, അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടാവുന്നില്ലേ അല്ലേ, അവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവുന്നില്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും സ്പിൽമാന് ഈ ആറ്റിക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസിലെത്തി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. നമുക്ക് ഇമാജിൻ ചെയ്യാമല്ലോ അല്ലേ. അങ്ങനെ ആ വീട്ടിൽ ആഫ്റ്റർ റീച്ചിങ് ഹിസ് ഹോം, സ്പിൽമാൻ ഡിസൈഡഡ് ടു റൈറ്റ് എ ലെറ്റർ ടു ദി ജർമ്മൻ സോൾജിയർ. അപ്പോൾ ആ ഒരു കത്ത് എങ്ങനെ എഴുതാം അല്ലേ, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ആ കത്തൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ കത്തൊക്കെ എഴുതുന്ന സമയത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പേഴ്സണൽ ലെറ്റർ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പേഴ്സണൽ ലെറ്ററാണ് ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പേഴ്സണൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മളെ ഫ്രണ്ടിന് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുകൾക്കൊക്കെ എഴുതുന്ന കത്തിനാണ് പേഴ്സണൽ ലെറ്റർ എന്ന് പറയുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പേഴ്സണൽ ലെറ്ററിൽ ശ്രദ്ധിക്കേണ്ടത്? ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്കൊന്ന് എഴുതി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ലെറ്റർ എഴുതുന്ന സമയത്ത് എന്തൊക്കെ വേണം? ഡേറ്റ് വേണം, പ്ലേസ് വേണം കേട്ടോ. ഡേറ്റ് വേണം, പ്ലേസ് വേണം. അത് നമുക്ക് 2 സൈഡിലും എഴുതാം. ഒന്നെങ്കിൽ റൈറ്റ് സൈഡിൽ എഴുതാം, അല്ലെങ്കിൽ എന്താ പറയുക, അതായത് ഈ മാർജിൻ്റെ സൈഡിൽ വേണമെങ്കിൽ എഴുതാം. അതല്ല ഈ സൈഡിലാണ് നിങ്ങൾ വിചാരിക്കുന്നത് വെച്ചാൽ അവിടെ എഴുതാം. പിന്നെ എന്താ വേണ്ടത്? ഇതിന് വലിയ ഫോർമാറ്റ്സ് ഒന്നുമില്ല മക്കളെ. ഇതിന് സാധാരണ നമ്മളെ സുഹൃത്തിനല്ലേ കത്തിയുന്നത്. അപ്പോൾ ഡിയർ ഫ്രണ്ട് എന്നുള്ള ഒരു സല്യൂട്ടേഷൻ മാത്രം മതി. ഡിയർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഇവിടെ ശരിക്കും ഫ്രണ്ട് എന്ന് പറയുന്നതിനേക്കാൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിയർ സോൾജിയർ എന്ന് എഴുതാം. ഡിയർ സോൾജിയർ അല്ലേ, കാരണം അദ്ദേഹം കണ്ട ഒരു പട്ടാളക്കാരനാണല്ലോ. ഡിയർ സോൾജിയർ. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കത്തിൽ എഴുതാൻ പറ്റുക? അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയാൻ ശ്രമിച്ചു നോക്കൂ. നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ഇട്ട് നോക്കൂ. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കത്തിൽ എഴുതാം?
അല്ലേ? നമ്മളിപ്പോൾ ഡേറ്റും പ്ലേസും എഴുതി സല്യൂട്ടേഷൻ കൊടുത്തു. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിയർ ഫ്രണ്ട് അല്ലേ? അപ്പം അമ്മക്കാണ് കത്തിയിരുന്നെങ്കിൽ ഡിയർ മം അല്ലേ? നമ്മളെ ബ്രദറിനാണ് കത്തിയിരുന്നെങ്കിൽ ഡിയർ ബ്രദർ അല്ലേ? സിസ്റ്ററിനാണ് എഴുതുന്നെങ്കിൽ ഡിയർ സിസ്റ്റർ. ഇതിനാണ് സല്യൂട്ടേഷൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങളിങ്ങനെ ഒന്ന് എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ കേട്ടോ. നോട്ട്ബുക്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ടൊന്ന് എഴുതാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. ഡിയർ സോൾജിയർ, ഹൗ ആർ യു അല്ലേ? സുഖമല്ലേ? ഹൗ ആർ യു? ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രത്യാശിക്കുന്നു. ഐ ആം ഫൈൻ ഹിയർ, ഐ ആം ഓക്കെ ഹിയർ. ഞാൻ ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട്, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എന്തൊക്കെ വികാരങ്ങളുണ്ട് അതൊക്കെ എഴുതാൻ പറ്റും അല്ലേ? ഇൻഡീഡ് ദ ഡേ ഐ മെറ്റ് യു സ്റ്റിൽ എന്താ പറയുക, ഹാങ്സ് ഓൺ മൈ മൈൻഡ്. ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ഞാൻ നിങ്ങളെ കണ്ട ദിവസം അല്ലേ? തീർച്ചയായിട്ടും നിങ്ങളെ കണ്ട ദിവസം വല്ലാത്ത ഒരു ദിവസമായിരുന്നു. ഇൻഫാക്റ്റ് ഐ വാസ് അഫ്രെയ്ഡ് വെൻ ഐ സോ യു ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യം നിങ്ങളാ ഷൂട്ട് ചെയ്യാൻ വന്ന സമയമുണ്ടല്ലോ, നിങ്ങളാ ഗണ്ണുമായിട്ട് വന്ന സമയം, അത് തീർച്ചയായിട്ടും വല്ലാത്ത പേടിപ്പെടുത്തുന്നൊരു സമയമായിരുന്നു. ഐ ക്യാൻ സ്റ്റിൽ റീകളക്ട് ദാറ്റ് മൊമെൻറ്റ്. ഇപ്പോഴും എനിക്കത് റീകളക്ട് ചെയ്യാൻ, ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. ബട്ട് വെൻ യു ആസ്ക്ഡ് മീ വാട്ട് യുവർ പ്രൊഫഷൻ വാസ്, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ നിങ്ങളുടെ പ്രൊഫഷൻ എന്താന്ന്, ദാറ്റ് റിയലി മേക്സ് തിങ്സ് കാം ആൻഡ് ക്വൈറ്റ്. അത് ശരിക്കും എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചു അല്ലേ? ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ദ മൊമെൻറ്റ് വി പ്ലേഡ് പിയാനോ ടുഗെദർ ഇൻ ദ നെക്സ്റ്റ് റൂം. നമ്മൾ അടുത്ത റൂമിൽ പോയിട്ട് പിയാനോ പ്ലേ ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റും മക്കളെ? ഇറ്റ് വാസ് മൈ എന്താ പറയുക, ലോങ് ചെറിഷ്ഡ് ഡ്രീം ടു ബി എ പിയാനിസ്റ്റ്. എൻ്റെ ഒരു വല്ലാത്ത ആഗ്രഹമായിരുന്നു പിയാനിസ്റ്റ് ആവുക എന്നുള്ളത്. ഐ വാസ് നോട്ട് ഏബിൾ ടു പ്ലേ പിയാനോ ഫോർ 2.5 years, but when you gave me an opportunity to play the piano again after 2.5 years, it was a thrilling moment അല്ലേ? ഇറ്റ് വാസ് എ വണ്ടർഫുൾ മൊമെൻറ്റ് ഫോർ മീ. അങ്ങനെയൊക്കെ ഇതാ, അതായത് 2.5 കൊല്ലമായിട്ട് ഞാൻ പിയാനോ വായിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എനിക്ക് വീണ്ടും പിയാനോ വായിക്കാനൊരു അവസരം തന്നപ്പോൾ അത് വല്ലാത്തൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള, എക്സൈറ്റിംഗ് ആയിട്ടുള്ള അവസരമായിരുന്നു, മൊമെൻ്റ് ആയിരുന്നു. താങ്ക് യു ഫോർ ദാറ്റ് അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. മാത്രമല്ല, യു ആർ എ വെരി കൈൻഡ് ആൻഡ് ഹംബിൾ മാൻ. നിങ്ങളൊരു വളരെ ഹംബിളായിട്ടുള്ള നല്ല മനുഷ്യനാണ്. കാരണം എന്താണ്? യു ഗേവ് മീ യുവർ കോട്ട്, ജർമ്മൻ കോട്ട് അല്ലേ? യു ഓൾസോ ഗേവ് മീ ഫുഡ് ടു ഈറ്റ്. എനിക്ക് കഴിക്കാൻ ഭക്ഷണം നിങ്ങൾ തന്നു അല്ലേ? യു ലുക്ക്ഡ് ആഫ്റ്റർ മീ വെരി വെൽ. മറ്റു സോൾജേഴ്സിനെ പോലെയല്ല, നിങ്ങൾ എന്നെ നന്നായിട്ട് നോക്കിയിരുന്നു. because of your inspiration, I decided to live a good life in the future. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഇൻസ്പിറേഷൻ ഇനിയും ജീവിക്കണം എന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടാക്കുന്നു. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടോ അതൊക്കെ പേഴ്സണൽ ലെറ്ററാണ്, പ്രത്യേകിച്ച് ഇന്ന കാര്യം വരാവുന്നൊന്നുമില്ല, എന്തും എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലേ? പിന്നെന്താ പറയുക, ഐ റിയലി മിസ് യു അല്ലേ? നിങ്ങളെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇഫ് ഐ ഗെറ്റ് an opportunity to talk to you again in future, I won't miss that opportunity. എനിക്ക് ഇനിയും ഭാവിയിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഭാഗത്തേക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ഇത് വേണം അല്ലേ? ഹൗ ആർ യു, ഹോപ്പ് യു ആർ വെൽ അല്ലേ? ഹോപ്പ് യുവർ ഫാമിലി ഈസ് ഡൂയിങ് വെൽ, ഐ ആം ഗോയിങ് വെൽ ഹിയർ. ആ ഒരു ഫസ്റ്റ് ഭാഗം അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലെറ്ററിന് ഒരു 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നൊരു ഭാഗം, രണ്ടാമത്തെ പാർട്ടിൽ കോറായിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്താണോ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് അത് കൊടുക്കാം. മൂന്നാമത്തെ പാർട്ടിൽ ലാസ്റ്റ് നമ്മൾ കത്ത് അവസാനിപ്പിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് അല്ലേ, കൺവേ മൈ റിഗാർഡ്സ് ടു ഓൾ യുവർ ഫാമിലി മെമ്പേഴ്സ്. എൻ്റെ അന്വേഷണം നിങ്ങളുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനെ അറിയിക്കണം. ഐ ഹോപ്പ് എ റിപ്ലൈ ലെറ്റർ ഫ്രം യു സൂൺ. നിങ്ങളുടെ അടുത്ത് നിന്ന് ഞാനൊരു റിപ്ലൈ ലെറ്റർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഇഫ് പോസിബിൾ റൈറ്റ് മീ ബാക്ക് സൂൺ. സാധിക്കുമെങ്കിൽ എനിക്ക് പെട്ടെന്നൊരു കത്ത് തിരിച്ചു ചെയ്തു, നിങ്ങളെക്കുറിച്ച് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വിത്ത് ലവ്, സ്നേഹത്തോടു കൂടി
യുവർ ഫ്രണ്ട്, നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള സ്പിൽമാൻ. ഇങ്ങനെയൊക്കെ മക്കളെ നമുക്ക് കത്തെഴുതാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളൂ, എന്തായാലും ഒരു ലെറ്റർ ചോദിക്കാനുള്ള സാധ്യത അടുത്ത എക്സാമിനുണ്ട്. പിന്നെ നമുക്ക് ഗ്രാമർ പാർട്ടിലേക്ക് വരുന്ന സമയത്ത് റിപ്പോർട്ടഡ് സ്പീച്ച് വരും അല്ലേ. ഇപ്പോൾ സ്പിൽമാനും ഈ ജർമ്മൻ സോൾജറും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ തരും അല്ലേ. ഒരു WH ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു SOനോ ക്വസ്റ്റ്യനോ തരും. എന്നിട്ട് നിങ്ങളോട് പറയും റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്ത് നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ മുകളിലൊന്ന് എഴുതുന്നുണ്ട്. ഇപ്പോൾ സോൾജിയർ ആദ്യം ചോദിക്കുകയാണ് അല്ലേ. സോൾജിയർ ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ. വാട്ട് ഈസ് യുവർ, ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് മായ്ച്ചിട്ട് എഴുതാട്ടോ മക്കളെ. ഓക്കെ, സോൾജിയർ ചോദിക്കുകയാണ് വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ. അപ്പോൾ സ്പിൽമാൻ ആൻസർ പറയുന്നത് എന്താണെന്നറിയോ? I am a pianist. ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇത് WH ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞുതരാൻ ശ്രമിക്കട്ടെ. എങ്ങനെയാണ് WH ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം? ആരോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ടല്ലേ ആദ്യം വേണ്ടത്. അപ്പോൾ സോൾജിയർ ആസ്ക്ഡ് ദ സ്പിൽമാൻ, അല്ലെങ്കിൽ സോൾജിയർ ആസ്ക്ഡ് സ്പിൽമാൻ. നോക്കൂ, വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ എന്നാണ് ചോദ്യം അല്ലേ. നിങ്ങൾ നോട്ട് ഉണ്ടെങ്കിൽ എഴുതാൻ ശ്രമിക്കണേ. വാട്ട് ഈസ് യുവർ പ്രൊഫഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളിതിൽ ആദ്യം എടുക്കേണ്ട സംഭവം ഇതാണ്, അതായത് ക്വസ്റ്റ്യൻ വേർഡാണ്. WH ക്വസ്റ്റ്യൻ വേർഡിലെ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആൻസർ വരുമ്പോൾ സോൾജിയർ ആസ്ക്ഡ് സ്പിൽമാൻ വാട്ട്, അത് എടുത്തു വെക്കാം. പിന്നെന്താ വേണ്ടത്? സബ്ജക്റ്റ് ആണ്. ഇതിലെ സബ്ജക്റ്റ് എന്താ? യുവർ പ്രൊഫഷൻ എന്നാണ് സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ യുവർ പ്രൊഫഷൻ എന്നുള്ളത് എന്താവും? യുവർ എന്നുള്ളത് ആണാണെങ്കിൽ ഹിസ്സും പെണ്ണാണെങ്കിൽ ഹെറും ആവും. ഇവിടെ സ്പിൽമാൻ ആയതുകൊണ്ട് ഹിസ് ആവും അല്ലേ. അപ്പോൾ വാട്ട് ഹിസ് പ്രൊഫഷൻ സബ്ജക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തത് ഇതിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് യുവർ പ്രൊഫഷൻ ആണ്. അപ്പോൾ അത് മാറ്റുന്ന സമയത്ത് ഹിസ് പ്രൊഫഷൻ ആയിട്ട് മാറും. ഓക്കെ, പിന്നെ വേണ്ടത് എന്താണെന്ന് അറിയോ? ഓക്സിലറി വെർബ് ആണ്. അപ്പോൾ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ഈസ് ആണ്. നമ്മളത് എഴുതുമ്പോൾ എന്താക്കണം? പാസ്റ്റിലേക്ക് മാറ്റണം, അതായത് വാസ് ആവും. അപ്പോൾ ഇങ്ങനെയാണ് വരിക. സോൾജിയർ ആസ്ക്ഡ് സ്പിൽമാൻ വാട്ട് ഹിസ് പ്രൊഫഷൻ വാസ്. മനസ്സിലായോ പറഞ്ഞത്? ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ഒരു പാർട്ട് ഉണ്ടാവും അല്ലേ. ഇതൊരു 3 മാർക്കിനാണെങ്കിൽ 1.5 മാർക്കിനായിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു പാർട്ട് ഉണ്ട്. സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ്. സ്പിൽമാൻ ആൻസർ പറയാണ്. ഇതിൽ നിങ്ങളിങ്ങനെ ഈ സബ്ജക്റ്റ് അവിടെയും വേർബ് ഇവിടെയൊന്നും കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ല. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറ്റണ്ട. ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് തന്നിരിക്കുന്നത് എങ്ങനെയാണോ അതിന് അതേപോലെ അങ്ങോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രസൻറ്റിലുള്ളതൊക്കെ പാസ്റ്റ് ആവും, ഈ സബ്ജക്റ്റുകളൊക്കെ മാറണം. അപ്പോൾ ഐ എന്നുള്ളത് ആണാണെങ്കിൽ ഹീയും പെണ്ണാണെങ്കിൽ ഷീയും ആവണം. അപ്പോൾ ഇവിടെ ആണായതുകൊണ്ട് സോൾജിയർ ആയതുകൊണ്ട് ഹീ എന്നാവണം. അപ്പോൾ ഐ എന്നുള്ളത് എന്താവും? ഐ എന്നുള്ളത് ഹീ ആവും. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എന്താ? സോൾജിയർ ആസ്ക്ഡ് സ്പിൽമാൻ എന്നല്ലേ പറഞ്ഞ. സോൾജിയർ സ്പിൽമാനോട് ചോദിക്കുന്നു. അപ്പോൾ റിപ്ലൈ പറയുമ്പോൾ നമ്മളെ സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ്. ഓക്കെ, സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ്. സ്പിൽമാൻ എന്താ റിപ്ലൈ പറഞ്ഞത്? ഐ ആം എ പിയാനിസ്റ്റ് അല്ലേ. അപ്പോൾ ഐ എന്നുള്ളത് ഹീ ഐ എന്ന് പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ആം എന്ന് പറയുന്നത് പ്രസന്റ് അല്ലേ. ആമിനെ നമ്മൾ പാസ്റ്റ് ആക്കുമ്പോൾ എന്താവും? വാസ് ആവും. ഓക്കെ, അപ്പോൾ ഹീ വാസ്, ബാക്കി അതുപോലെ ഇതാ എ പിയാനിസ്റ്റ്. ഹീ വാസ് എ പിയാനിസ്റ്റ്. നിർബന്ധമായിട്ടും ഈ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് പഠിക്കുക. എന്തായാലും ചോദ്യം വരുമെന്ന് ഉറപ്പാണ് റിപ്പോർട്ടർ സ്പീച്ച്. ഇനി മക്കളെ ഇത് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുക. ഞാനൊരു ക്വസ്റ്റ്യൻ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുതരാം. ഓക്കെ, ഇപ്പോൾ ഇതേ ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആണെന്ന് വിചാരിക്കുക മക്കളെ. അതായത് സ്പിൽമാനും സോൾജറും ആണ്. അപ്പോൾ സോൾജർ ചോദിക്കുന്ന ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ പോവാണ്.
ആർ യു എ ജ്യൂ? ആർ യു എ ജ്യൂ? അപ്പോൾ സ്പിൽമാൻ പറയുന്ന ആൻസർ എന്താണ്? യെസ്, യെസ്, ഐ ആം എ ജ്യൂ. നോക്കൂ, ചോദ്യം നോക്കൂ. ആർ യു എ ജ്യൂ? നിങ്ങളൊരു ജൂതനാണോ? നിങ്ങളൊരു യഹൂദനാണോ? ജ്യൂ ആണോ? അപ്പോൾ സ്പിൽമാൻ പറയുന്നു യെസ് ഐ ആം എ ജ്യൂ, ഞാനൊരു ജ്യൂ ആണ്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാ? എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതുമ്പോൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ശ്രദ്ധിക്കേണ്ട, അതായത് നേരത്തെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ നമ്മൾ ആരോട് ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് വാട്ട് എന്നാണ് എഴുതി, അതായത് ക്വസ്റ്റ്യൻ വേർഡാണ് എഴുതി. അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. കാരണം ഈ എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ഓക്സിലറി വെർബ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സോൾജിയർ ആസ്റ്റ് സ്പിൽമാൻ എന്ന് എഴുതിയതിന് ശേഷം വാട്ട്, വേറെ വെന്ന് വൈ ഒന്നും ഇല്ലല്ലോ, ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. അപ്പോൾ പകരം നിങ്ങളവിടെ ഈഫോ അല്ലെങ്കിൽ വെതറോ ഏതാണ് നിങ്ങൾക്ക് സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എഴുതാനൊക്കെ സുഖം ഈഫാണ്, അപ്പോൾ അത് കൊടുത്താലും മതി. അപ്പോൾ സോൾജിയർ ആസ്റ്റ് സ്പിൽമാൻ ഈഫ്, നോക്കണേ, ഈഫ്, എന്നിട്ട് പിന്നെ ബാക്കിയുള്ള റൂൾ ഉണ്ടല്ലോ അത് അതുപോലെ കൊടുക്കുക. അതായത് പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യൻ വേർഡ്, സബ്ജക്റ്റ്, ഓക്സിലറി വെർബ്, മെയിൻ വെർബ്, അങ്ങനെ പോകും. അപ്പോൾ അതേപോലെ ഇവിടെ അത് വരും. സോൾജിയർ ആസ്റ്റ് സ്പിൽമാൻ ഈഫ്, എന്നിട്ട് ഇതിലെ സബ്ജക്റ്റ് കൊടുക്കുക. നോക്കൂ, ഇതിലെ സബ്ജക്റ്റ് ഏതാ? ഇതിലെ സബ്ജക്റ്റ് യു ആണ്. യു എന്ന് പറയുന്നത് ഇവിടെ ഹിയോ ഷിയോ ആയിട്ട് മാറണം. ഹിയോ ഷിയോ ആയിട്ടല്ല, ആണാണെങ്കിൽ ഹി, പെണ്ണാണെങ്കിൽ ഷി. ഇവിടെ സ്പിൽമാൻ ആയതുകൊണ്ട് ഹി. ഓക്കെ, ഈഫ് ഹി. അപ്പോൾ എത്രയായിട്ട് ആൻസർ? ഈഫ് ഇ എന്നിട്ട് വേണ്ടെന്താ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറി വെർബിനെ കൊണ്ടുവരണം എന്നല്ലേ. ഇവിടെ ഓക്സിലറി വെർബിനെ കൊണ്ടുവരണം. നോക്കൂ, ഇവിടെ ഓക്സിലറി വെർബ് ഏതാ? ആറാണ്. അപ്പോൾ 6 സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ആലോചിക്കും, 6 പാസ്റ്റിലേക്ക് മാറുമ്പോൾ വേറെ ആവുമെന്ന് ആലോചിക്കും. പക്ഷെ ഇവിടെ വേറെ കൊടുത്താൽ തെറ്റിപ്പോവും. കാരണം എന്താണെന്നറിയോ? സ്പിൽമാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ സിംഗിൾ പേഴ്സൺ ആണ്. അപ്പം നമുക്ക് വേറെ കൊടുക്കാൻ പറ്റില്ല. 6 നമ്മൾ വാസാക്കി എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഫ് ഹി വാസ്, പിന്നെ ലാസ്റ്റത്തെ ഭാഗം, ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇഫ് ഹി വാസ് എ ജ്യൂ. അപ്പോൾ മക്കളൊന്ന് ആൻസർ വായിച്ച് നോക്കൂ. ഇഫ് ഹി വാസ് എ ജ്യൂ. ഓക്കെ, എഴുത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ട് നോട്ട്ബുക്കിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. സോൾജിയർ ആസ്റ്റ് സ്പിൽമാൻ ഇഫ് ഹി വാസ് എ ജ്യൂ. ഇത്രയാണ് ഫസ്റ്റ് പാർട്ട് വരിക. ഇനി സെക്കൻഡ് പാർട്ട് എങ്ങനെ വരിക എന്നറിയോ? സ്പിൽമാൻ റിപ്ലൈഡ് ദാറ്റ്. ഇവിടെ നോക്കൂ, എസ് എന്നാണ് റിപ്ലൈ പറയണത് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, സ്പിൽമാൻ പോസിറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ്. എസ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് റിപ്ലൈ അല്ലേ. അപ്പോൾ സ്പിൽമാൻ പോസിറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ്. അപ്പോൾ നോ എന്നാണ് പറയുന്നതെങ്കിലോ, സ്പിൽമാൻ നെഗറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ് എന്ന് പറയേണ്ടി വരും കേട്ടോ. സ്പിൽമാൻ നെഗറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ്. ഐ എം എ ജ്യൂ എന്നല്ലേ പറയണത്. അപ്പോൾ ഐ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ എന്താവും? ഹി ആവണ്ടേ? ഹി. ആമുള്ളത് എന്താവും? വാസ് ആവും അല്ലേ. ഹി വാസ് എ ജ്യൂ. സ്പിൽമാൻ പോസിറ്റീവ്ലി റിപ്ലൈഡ് ദാറ്റ് ഹി വാസ് എ ജ്യൂ. ഓക്കെ, ഇതും നിങ്ങൾ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, ഇനി മക്കളെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്, അതായത് ഇൻ ദ ആറ്റിക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ, അതായത് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒരു വീഡിയോ പോലെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഐ വിൽ കം അപ്പ് വിത്ത് ദാറ്റ്. ഞാൻ അതുമായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.